ഹലോ, നമ്മളെല്ലാവരും കുട്ടികൾക്ക് വേണ്ടി ഗിഫ്റ്റ് വാങ്ങി കൊടുക്കാറുണ്ടല്ലേ? ന്യൂ ബോൺ ബേബി ആയിരിക്കുമ്പോൾ തൊട്ട് നമ്മൾ കോസ്റ്റ്ലി ആയ ടോയ്സ്, ബ്രാൻഡ് ന്യൂ ഡ്രസ്, പിന്നെ അവരുടെ ഫ്യൂച്ചറിന് വേണ്ടി ബാങ്കിൽ ക്യാഷ്, ഗോൾഡ്, ഇങ്ങനെ പല ഗിഫ്റ്റ് നമ്മൾ റെഡിയാക്കും. പക്ഷെ ഫസ്റ്റ് ഗിഫ്റ്റ് ഇതൊന്നും അല്ല, അത് നമ്മുടെ മാതൃഭാഷയാണ്. പല പാരന്റ്സും ചോദിക്കാറുണ്ട്, ഇപ്പൊ എല്ലാവരും ഇംഗ്ലീഷിലേക്ക് മാറുകയല്ലേ, പിന്നെ നാണക്കേടാവില്ലേ മലയാളം പഠിപ്പിക്കുന്നത് എന്തിനാന്ന്? ബട്ട് ആസ് എ മോണ്ടിസറി പാരന്റ്, നമ്മുടെ ഭാഷയാണ് നമ്മുടെ കുട്ടികളുടെ ഏറ്റവും വലിയ സൂപ്പർ പവർ. അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. മോണ്ടിസറിയിൽ നമ്മൾ സെൻസ് ഓഫ് ബിലോങ്ങിങ്ങിനെ പറ്റി പറയാറുണ്ട്. ഒരു കുട്ടി ഈ ലോകത്തേക്ക് വരുമ്പോൾ അവർ ആദ്യം കേൾക്കുന്നത് അമ്മയുടെ സൗണ്ടാണ്. ആ സൗണ്ടിൽ അമ്മയെന്നോ കണ്ണ എന്നോ വിളിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഇമോഷണൽ കണക്ഷൻ അത് വേറൊരു ലാംഗ്വേജിനും തരാൻ പറ്റില്ല. മോണ്ടിസറി ഫിലോസഫി പറയുന്നത് കുട്ടികൾക്ക് ആദ്യം വേണ്ടത് ഒരു സേഫ് എൻവയോൺമെന്റ് ആണ്. നമ്മുടെ മാതൃഭാഷയാണ് അവർ ആ കംഫർട്ടബിൾ ആൻഡ് സെക്യൂർ ആയിരിക്കുന്നത്. അത് തിരിച്ചറിയുന്നതാണ് സക്സസ്. ഇനി കുറച്ച് ലോജിക്കലായി പറയാം. മോണ്ടിസറിയുടെ അബ്സോർബന്റ് മൈൻഡ് നമുക്കറിയാം അല്ലേ? 0 to 6 years ബ്രെയിൻ ഒരു സ്പോഞ്ച് പോലെയാണ്, ചുറ്റും നടക്കുന്നതെല്ലാം വലിച്ചെടുക്കും. ഈ ടൈമിൽ മലയാളം പോലുള്ള ഒരു കോംപ്ലക്സ് ലാംഗ്വേജ് അവർ കേൾക്കുമ്പോൾ അവരുടെ ബ്രെയിനിൽ നല്ല സ്ട്രോങ് പാത്വേസ് ഫോം ചെയ്യുന്നു. മലയാളത്തിലെ ഴ അതുപോലെ തന്നെ റ സൗണ്ട് ഒക്കെ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്പീച്ച് മസിൽസിന് നല്ല എക്സസൈസ് കിട്ടും. ഇത് പഠിച്ച് ഒരു കുട്ടിക്ക് പിന്നെ ഇംഗ്ലീഷോ ഫ്രഞ്ചോ പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇറ്റ്സ് ലൈക്ക് എ ഫൗണ്ടേഷൻ. നല്ല പോലെ കോൺക്രീറ്റ് ചെയ്താൽ പിന്നെ എത്ര ഫ്ലോർ വേണമെങ്കിലും കെട്ടാം. സോ മലയാളമാണ് ആ സോളിഡ് ഫൗണ്ടേഷൻ. മോണ്ടിസറിയിൽ നമ്മൾ വേൾഡിനെ പറ്റി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും. നമ്മുടെ പൂക്കളം, വിഷുക്കണി, മഴ, ഇതൊക്കെ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്താൽ അതിന്റെ ആ ഒരു സ്പിരിറ്റ് പോകും. കുട്ടികൾ അവരുടെ റൂട്ട്സ് അറിയുന്നത് അവരുടെ സെൽഫ് കോൺഫിഡൻസ് കൂട്ടാൻ ഹെൽപ്പ് ചെയ്യും. ഞാൻ ആരാണ്, ഞാൻ എവിടെ നിന്ന് വന്നു എന്ന് കുട്ടികൾ ക്ലിയർ ആകണം. നമ്മൾ ഇംഗ്ലീഷ് മാത്രം സംസാരിച്ചാൽ അവരുടെ കൾച്ചറുമായി ഉള്ള ആ ഒരു ലിങ്ക് നമ്മൾ കട്ട് ചെയ്യുന്നതാണ്. മോണ്ടിസറി ക്ലാസ് റൂമിൽ ചൈൽഡിന്റെ ഐഡന്റിറ്റിയെ റെസ്പെക്ട് ചെയ്യുന്നത് പോലെ നമ്മൾ അവരുടെ ഹോം ലാംഗ്വേജിനെയും റെസ്പെക്ട് ചെയ്യണം. സോ പാരന്റ്സ് ഡോണ്ട് ഫീൽ ഓക്വേർഡ് ടു സ്പീക്ക് മലയാളം. ഇംഗ്ലീഷ് ഈസ് ജസ്റ്റ് എ സ്കിൽ, ബട്ട് മദർ ടങ് ഈസ് ആൻ ഇമോഷൻ. നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്ന ഏറ്റവും നല്ല അസറ്റാണ് അവരുടെ ഐഡന്റിറ്റി. ഇനി ഇതുപോലെ കഥ പറയാൻ ഞാൻ വരാം. സീ യു, ബൈ.